ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ദുബായ് ഡയറീസിലത്തെ പാർട്ട് 4. നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ പ്ലേസുകളാണ് മൊത്തം. അതായത് ദുബായിൽ കാണാൻ പറ്റിയ ഔട്ട്ഡോർ മാത്രമാണ് ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആകെ 3 ദിവസത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഇവർക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ളതും അത്രയും നല്ല സ്ഥലം മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സുഹബാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ വരണത് എന്തിനാണെന്ന് വെച്ചാൽ സൺറൈസ് കാണാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വരുമ്പോൾ തന്നെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം വരാൻ. കാരണം അന്നത്തെ ഏത് ദിവസമാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ അന്നത്തെ സൺറൈസ് എപ്പോഴാണ് ടൈമിംഗ് എന്നൊക്കെ നോക്കിയിട്ട് അതിന് തൊട്ട് മുമ്പ് എന്തായാലും എത്തണ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തു ഇവിടുന്ന് ഇറങ്ങിയത്. അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സൺറൈസിന് മുമ്പ് തന്നെ നമ്മൾ എത്തി. എന്നിട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. സൺ ഇപ്പോൾ വരും വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ സൺറൈസ് കണ്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല ഭംഗിയാണ് കാണാട്ടോ. അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് വിൻ്ററിൽ പോകണതാണ്. പീക്ക് ടൈം ഓഫ് വിൻ്ററിൽ പോവുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഇത് ഭയങ്കര ഫോഗും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്റ്റയിലൊക്കെ വൈറലാണ് ഈ പ്ലേസ്. ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് നമ്മൾ ആ റൂട്ടിൽ തന്നെ ഉള്ള വേറെ സ്ഥലത്തൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ രാവിലെ മോർണിംഗ് തന്നെയല്ല ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂട്ട് പിടിച്ചു കിട്ടും നമ്മൾ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അൽ റഫീസ ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടേക്ക് ഞങ്ങൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീ ഉണ്ട്, പെർ ഹെഡ് 5 ദർഹം അത്ര അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിതേ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഡാമിൻ്റെ ഏരിയ വരുന്നത്. പാർക്കും സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഈ സൈഡിലുണ്ട്. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഡാം ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വാഷ്റൂം ഓഫ്കോഴ്സ് ഇവിടെ എല്ലായിടത്തും പബ്ലിക്ലി വാഷ്റൂംസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ കാര്യമൊന്നും പേടിക്കാനില്ല, നമുക്ക് അറിയാം. പിന്നെ നമ്മൾ നോട്ട് ചെയ്തു കുറേ പേര് ഇവിടെ കയാക്ക് ചെയ്യണുണ്ട്. അപ്പോൾ കയാക്ക് ചെയ്താലോ എന്ന് അവിടെ ചേട്ടനൊക്കെ പറയണുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്കും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പോൾ എന്ന് വെച്ചാൽ കയാക്ക് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കയാക്ക്. അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഞങ്ങൾ കയാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.
ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ സിംഗിളിനാണെങ്കിൽ 40, ഡബിളിനാണെങ്കിൽ 80, അതുപോലെ ബ്രൗൺ ബോട്ടിനാണെങ്കിൽ എത്രയാ അത് 1 hour ആണെങ്കിൽ 150, പിന്നെ 250 ഉണ്ട് അത് ഡോണട്ട് ബോട്ടിങ്ങിന്. അപ്പോൾ 4 പേർക്കൊക്കെ പോവാം, പ്ലസ് 2 കുട്ടികൾ. അപ്പോൾ അതിനൊക്കെ 250 ആണ് 1 hour. നമ്മളെടുത്ത് നോക്കുന്നത് ഡബിൾ ബോട്ടിംഗ് ആണ്, അല്ല ഡബിൾ കയാക്കാണ്. അതാകുമ്പോൾ 2 പേരും പ്ലസ് ഒരു കുട്ടിക്ക് പറ്റും. അങ്ങനെ ഞങ്ങൾ 2 പേരും എടുത്തു. ടൈമിങ് വരുന്നത് അൺലിമിറ്റഡ് ടൈമിംഗ് ആണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും കയാക്കിങ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോകണം. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മളിതേ റൂൾസ് അനുസരിച്ച് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ ലൈഫ് ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലത്തേക്ക് പോയി. കുട്ടൂസ് എന്തിട്ടത്? ലൈഫ് ജാക്കറ്റാ അല്ലേ? അതന്നെയല്ലേ സാധനം. ആ പറഞ്ഞ ലൈഫ് ജാക്കറ്റ് എന്ത്? റീ ജാക്കറ്റാ? റെഡ് അല്ലേ ഇത് കളറ്? ലൈഫ് ജാക്കറ്റ്. പൊന്നു വെള്ളത്തിലേക്ക് വീണല്ലോ. ഇങ്ങോട്ട് വാ. ആ പിന്നെ പൊങ്ങി കിടക്കും, കുഴപ്പമില്ല. ഓ എന്റെ കർത്താവേ. ഓ അങ്ങനെ അയ്യത്തിരി നല്ലത്. അതെ, ഇത് സിനിമ ഷൂട്ടിംഗ് പോകാനല്ല. അവറ്റങ്ങൾ എവിടെയോ പോകുന്നു. നമുക്ക് അങ്ങോട്ട് തിരുനാരായണം കട നിന്നോന്ന് വയ്യാണ്ടാവും. അല്ല, ഞാൻ വയ്യാണ്ടാവുമ്പോ നീ തുഴയും. ആ ഓക്കെ. അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ തുഴയേണ്ട കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് മൂവ് ചെയ്യുക ബോട്ടെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റിലേക്ക് വേണം തുഴയാൻ, റൈറ്റ് ഭാഗത്ത് വേണം തുഴയാൻ. റൈറ്റിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഭാഗത്ത് വേണം ഇങ്ങനെ തുഴയാൻ. അപ്പോൾ ചില ടൈമിൽ ഇങ്ങനെ റിലേ കട്ടും, എവിടേക്കാണ് ഏതാണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റ് പോകണമെങ്കിൽ റൈറ്റിലേക്ക് തന്നെ ചിലപ്പോൾ ആക്കും, അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഒത്തിരി നേരം സ്റ്റക്കായിട്ടൊക്കെ നിന്നു. വീഡിയോ ഫോട്ടോ അല്ല. ഇങ്ങോട്ട് വാ. അതിൻ്റെ അടുത്ത് തന്നെ ഫോട്ടോസും അടിക്കടി അടിക്കുക. നോക്കൂ ലുക്ക്. അങ്ങനെ നമ്മളൊരു ഫുൾ റൗണ്ട് അടിച്ചങ്ങനെ വന്നു. പിന്നെ സൂര്യനൊക്കെ ഉദിച്ച് തുടങ്ങിയപ്പോഴേക്കും ചൂടായി തുടങ്ങി. ഭയങ്കരമായിട്ട് വെയിൽ നമ്മുടെ മുഖത്തേക്ക് അടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ മതിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ താറാവുകളൊക്കെ കിടക്കണതൊക്കെ കണ്ടു. താറാവിനെ കാണാനും പിന്നെ മീനുകൾ കുറേ ഉണ്ടായിരുന്നു, അത് കാണാനൊക്കെ വേണ്ടി ഈ സൈഡിൽ വന്നിങ്ങനെ ഇത്തിരി നേരം ഇരുന്നു. ആ ഷൂരിട്ട് കാലിട്ടിരിക്കേ. പിന്നെ പൊട്ട മണ്ടെന്ന് തോന്നുന്നു വെള്ളത്തിൽ. ആയി ഇതിന്റെ പേരല്ല. ആ അതെ ഒരെണ്ണം ബ്രാല. ആ എന്നിട്ട് പിന്നെ എന്നിട്ട് കല്ല കല്ലിട്ടാ. അപ്പൊ വെള്ളം ബ്ലുംന്നായി. ഇതെന്തിട്ട് ഇത്
വെള്ളം അതല്ല, ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഡക്ക് ഉണ്ട്, മീമി ഉണ്ട്, മനസ്സിലായിട്ട്. പൂച്ചക്കാരാണെന്നാണോ? അങ്ങനെ കയാക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടേക്ക് പോയി എന്ന് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ.